ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റിന് ശേഷം എനിക്ക് എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ എന്താണ് ഉണ്ടായതെന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നോക്കാൻ പോയപ്പോൾ ഉണ്ടായ മറ്റൊരു അനുഭവമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മൾ 2 സൈക്കിൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ആ സിസ്റ്റ് പൂർണ്ണമായിട്ടും പോകുമെന്ന് പറഞ്ഞിരുന്നു. അപ്പം ആ സിസ്റ്റ്, അതായത് ആ ഓവറി സിസ്റ്റ് എൻ്റെ ലെഫ്റ്റ് ഭാഗത്തുള്ള ഓവറിയിലായിരുന്നു സിസ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പം അത് പോയിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡോക്ടറെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ സൈക്കിളിലാണ് നമുക്ക് പോവേണ്ടത്. ഇനി ഇൻ കേസ് എന്നെപ്പോലെ ധൃതിയും ക്ഷമയും കുറവുള്ള ആളാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് മെൻസ്ട്രൽ സൈക്കിളിന് ശേഷം നമുക്ക് ഡോക്ടറെ അടുത്ത് പോവാം. അപ്പോൾ ഡോക്ടറെ അടുത്ത് പോയിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ എനിക്ക് അതിനുശേഷം കുറച്ച് വേദന കുറഞ്ഞ പോലെയൊക്കെ ഫീൽ ചെയ്തു കേട്ടോ. അതുകൊണ്ടാണ് ഡോക്ടറെ അടുത്തോട്ട് പോയത്. ഡോക്ടറെ അടുത്ത് പോയപ്പോൾ അവർ പറഞ്ഞ സിസ്റ്റ് പോയിട്ടുണ്ട്, ബട്ട് നമുക്ക് എന്താ പറയുക, വെജിനൽ സ്കാനിങ്ങോ ട്രാൻസ്വാജിനൽ സ്കാനിങ്ങോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ട്രാൻസ്വാജിനൽ സ്കാനിങ് ചെയ്തപ്പോഴാണ് വേറൊരു കാര്യം അറിയാൻ പറ്റിയത്. എനിക്ക് പോളിപ്സ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടെന്ന്, അതായത് ഗർഭാശയത്തിൻ്റെ ഉള്ളിൽ എനിക്ക് പോളിപ്സ് ഉണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. വീണ്ടും സ്വാഭാവികം, ആ പേരേ ജന്മത്തെ കേട്ടിട്ടില്ല, ആദ്യമായിട്ട് കേൾക്കായിരുന്നു. അപ്പോൾ അതെന്താണെന്ന് അറിയാനായിട്ട് ഡോക്ടറോട് പലതും ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതെന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ആസ് എ ഡോക്ടർ അത് ചെറുതാണ്, എങ്കിൽപ്പോലും എനിക്ക് പറയേണ്ടതുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണെന്ന് പറഞ്ഞു. അപ്പം മനസ്സിലായി, വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് കരുതി. ബട്ട് വേദന ഉണ്ടാവാറുണ്ടോ ചോദിച്ചു. മെൻസസിൻ്റെ ടൈമിലൊക്കെ നല്ല വേദന ഉണ്ടാവാറുണ്ടോ ചോദിച്ചു. അതെനിക്ക് നല്ല വേദന ഉണ്ടാവാറുണ്ട്. ഏറ്റവും നല്ലൊരു സംഭവം എന്ന് വെച്ചാൽ എനിക്ക് മെൻസസ് കറക്റ്റാണ്. ഇതുവരെ മെൻസസ് അങ്ങനെ ഡേറ്റിലൊരു വ്യത്യാസം വന്നിട്ടില്ല. എല്ലാതും ഒരു 28 ദിവസമായിരിക്കും എനിക്ക് അധികം ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അടുത്താണ് എനിക്കൊരു 31 ദിവസം അല്ലെങ്കിൽ 25 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ 25 ദിവസം അങ്ങനെയൊക്കെ ആയിട്ട് വരാൻ തുടങ്ങിയത്. അപ്പോഴേ ഞാൻ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, എന്തുകൊണ്ടാണെന്നുള്ളതൊക്കെ മനസ്സിലാവാത്തതുകൊണ്ട്. എന്തായാലും അത് പോളിപ്പിൻ്റെ ലക്ഷണങ്ങളായിരുന്നു എന്നുള്ളത് ഞാൻ പിന്നീട് മനസ്സിലാക്കി. നമ്മുടെ ഗർഭാശയത്തിലെ ആന്തരിക പാളിയിലെ വളർച്ചയാണ് ഗർഭാശയ പോളിപ്സ് ആയിട്ട് രൂപപ്പെടുന്നത്. അവയെ ചിലപ്പോൾ നമ്മൾ എൻഡോമെട്രിയൽ പോളിപ്സ് എന്ന് വിളിക്കുന്നുണ്ട്. ഈ എൻഡോമെട്രിയൽ പോളിപ്സ് എന്ന് കേൾക്കുമ്പോഴേ നമുക്കൊരു കാര്യം നമ്മൾ പലയിടത്തും വായിച്ചിട്ടൊക്കെ ഉണ്ടാവുമല്ലേ, ഇൻഫെർട്ടിലിറ്റി പറയുന്നതൊന്നാണ് ഈ എൻഡോമെട്രിയൽ പോളിപ്സ്. അത് അങ്ങനെ എല്ലാവർക്കും അല്ലെങ്കിൽ ചെറിയ പോളിപ്സിനൊന്നും അത് പറയുന്നില്ല കേട്ടോ. അത് ചാൻസ് ഉണ്ടെന്ന് തന്നെ പറയണത്, പ്രഗ്നൻസിയിൽ ചാൻസ് ഉണ്ടെന്ന് തന്നെയാണ് പറയണത്. ബട്ട് വലുതൊക്കെ ആകുമ്പോൾ നമുക്ക് ഇൻഫെർട്ടിലിറ്റി വന്നേക്കാം എന്നുള്ള രീതിയിലാണ് പറയുന്നത് കേട്ടോ. അപ്പം ചെറിയ ഒരു എന്താ പറയുക, ദശ പോലത്തതാണ് ഈ പോളിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് സിംറ്റംസ് ആയിട്ട് നല്ല വയറുവേദന ഉണ്ടാകും. പിന്നെ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ഇടയിൽ നമുക്ക് ബ്ലീഡിങ് കാണാം, അതായത് സ്പോട്ടിംഗ് ഒക്കെ ആയിട്ട് കാണാം. ഇപ്പം മാസം ആവുന്നതിന് മുന്നേ തന്നെ ഒരു വട്ടം ബ്ലീഡിങ് കാണും, പിന്നീട് കുറേ ദിവസത്തേക്ക് ഉണ്ടാവില്ല, പിന്നെ പെട്ടെന്ന് തന്നെ അടുത്ത ബ്ലീഡിങ് ഉണ്ടാവും. ഇത് സ്പോട്ടിംഗ് ആണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ഫസ്റ്റ് ലക്ഷണം ഉണ്ടായിട്ടുള്ളത്. പിന്നെ നല്ല വേദന ഉണ്ടാവും. നമ്മുടെ മെൻസസിൻ്റെ വേദനയൊക്കെ നോക്കുമ്പോൾ നമുക്കിത് അറിയാത്തതായിരിക്കാം ചിലപ്പോൾ ഈ വേദന. പക്ഷേ എല്ലാ ടൈമിലും നമുക്ക് ഈ ഒരു വയറുവേദന, മെൻസസിൻ്റെ അതേപോലത്തെ വയറുവേദന നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. എനിക്കങ്ങനെയാണ് കേട്ടോ. ഇനിയിപ്പോൾ എല്ലാവർക്കും സെയിം ആണോ എന്ന് എനിക്കറിയില്ല, ഞാൻ ഇതിനെക്കുറിച്ച് അങ്ങനെ വല്ലാണ്ട് അറിയുന്നതല്ല. എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് മാത്രം കേട്ടോ. പിന്നെ പറയുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത്, ഇത് വലുതാണെങ്കിൽ മാത്രമേ നമ്മൾ പേടിക്കേണ്ടതുള്ളൂ, അല്ലെങ്കിൽ പേടിയല്ല, അത് ചികിത്സിക്കേണ്ടതുള്ളൂ, അല്ലെങ്കിൽ താനെ അത് മാറും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ഡോക്ടർ അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ പോളിപ്പ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക, ഇംപ്ലന്റേഷൻ നടക്കില്ല. അതായത് നമ്മൾ പ്രഗ്നൻസി വിചാരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിൻ്റെ ചാൻസ് വളരെയധികം കുറവാണ്. പിന്നെ എന്താ പറയുക, വളരെ കുറവാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത് വളരെ ചാൻസ് ഉണ്ട്. ബട്ട് എന്നോട് ഡോക്ടർ പറഞ്ഞത് വളരെ ചാൻസ് കുറവാണ് നിങ്ങൾ. പിന്നെ ഇതിനെന്തെങ്കിലും മെഡിസിൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തന്ന ഡോക്ടർ എന്ന് പറഞ്ഞാൽ, ഇപ്പം വരുന്ന സൈക്കിളിൽ കഴിഞ്ഞിട്ട് 20ാമത്തെ ദിവസം തൊട്ട് 4 ദിവസം ഒരു ഗുളിക തന്നിട്ടുണ്ട്, ആ ഗുളിക കഴിക്കാം. അതുപോലെ അടുത്ത പീരീഡ് സൈക്കിളും കഴിഞ്ഞിട്ട് 20ാമത്തെ ദിവസം 4 ദിവസം ഗുളിക കഴിക്കാം. എന്നിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എനിക്ക് വന്ന പോളിപ്സിൻ്റെ. അപ്പോൾ എല്ലാവരും പേടിക്കാതിരിക്കാൻ, ചെറിയ പോളിപ്സൊക്കെ ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി പോകുമെന്നാണ് ഡോക്ടർ പറയുന്നത്. അപ്പോൾ ഡോൺ വറി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ടെൻഷൻ ആവാതിരിക്കുക. എനിക്കിത് വന്ന സമയത്ത് ഞാൻ ഒരുപാട് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്